ഈ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ, ജനസംഖ്യയല്ല, മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ, അതെ, സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അതിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനർത്ഥം എല്ലാ വർഷവും നിരന്തരമായി ഒരു ഉപാധിയില്ലാതെ ഒരു പ്രത്യേക കാലഘട്ടം നിശ്ചയിച്ച് ആ പ്രത്യേക കാലഘട്ടത്തിൽ വംശവർധന തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കുമെന്നതാണ് ഈ നിയമത്തിലെ മറ്റൊരു സവിശേഷത. ഇത്തരം സവിശേഷതകളുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനാണ് ഇന്നലെ കേരള മന്ത്രിസഭ കരട് ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായൊരു നേട്ടമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ നേട്ടത്തിലൂടെ ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയും വാഗ്ദാനവും പാലിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. മറ്റൊരു നിയമ ഭേദഗതി വന്നത് നിലവിലുള്ള കേരള വനം സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയാണ്. അതിൽ ചന്ദനമരങ്ങൾ ഒരു ഗുരുതരമായ പ്രശ്നമായി നിൽക്കുകയാണ്. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സ്വന്തം ഭൂമിയിൽ സ്വയമേവ വളർന്നു വരികയോ നട്ടുപിടിപ്പിക്കുകയോ ചെയ്ത മരം മുറിക്കാനുള്ള അവകാശം ഇപ്പോൾ കർഷകനില്ല. സമാനമായ നിയമമാണ് ചന്ദനമരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കേരള ഗവൺമെൻറ് ആണെങ്കിൽ ഹരിത കേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലും ചന്ദനമരം നട്ടുപിടിപ്പിച്ച് അത് വളർത്താനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ പരിപാടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ആ പരിപാടിയെ ജനങ്ങളെ സഹകരിപ്പിക്കണമെങ്കിൽ അത് അവർക്ക് താല്പര്യമുള്ള സമയത്ത് മുറിക്കാനും വിൽക്കാനുമുള്ള അധികാരമുണ്ടാകണം. ആ അധികാരം നൽകുന്ന ഒരു നിയമ ഭേദഗതിയാണ് രണ്ടാമത്തെ ബില്ലായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ അങ്ങനെ വരുമ്പോൾ ചന്ദനമരം മുറിക്കാനും വിൽക്കാനും അത് വന വകുപ്പുമായി ബന്ധപ്പെട്ടാണത് മുറിക്കുന്നത്. കാരണം ഒരു വ്യക്തി അവരുടെ വീട്ടിലുള്ള മരം മുറിക്കുകയാണ്, ഒരു അത്യാവശ്യം വരുമ്പോഴാണ് മുറിച്ച് വിൽക്കാൻ നോക്കുക. അതിനുള്ള പണം വനം വകുപ്പ് നൽകും. മുറിച്ച് കഴിഞ്ഞാൽ അത് വനം വകുപ്പിനെ ഡിപ്പോയിൽ സൂക്ഷിക്കും. അവർക്ക് അത് അവരത് വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ കർഷകന് കൊടുത്തിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ ബാക്കി തുകയും കർഷകന് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖലയിലെ ഗുരുതരമായ കുറേ പ്രശ്നങ്ങൾക്ക് പ്രായോഗികവും വസ്തുതാപരവുമായ ഒരു തീരുമാനം, സമാധാനം ഉറപ്പുവരുത്താനുള്ള തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എപ്പോഴും എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രധാന ലക്ഷ്യത്തിൽ നിന്നും ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴായി നടക്കാറ്. ആ ശ്രമങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ള പരിമിതമായ അധികാരപരിധിയിൽ നിന്നുകൊണ്ടുള്ള ഈ പുതിയ നിയമനിർമ്മാണത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിക്കാനാണ് നിങ്ങളോടൊക്കെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്.